ഗുഡ് മോർണിംഗ്. സിന്ധു മോളൂസിൻ്റെ ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞു വന്ന് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. കിട്ടാന്ന് തണുക്കാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊക്കെ കണ്ടു കാണുമല്ലോ, വാർത്തയിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. സൂര്യൻ ഭൂമിയിൽ നിന്ന് അകന്നകന്ന് പോകുന്നത് മൂലം ഓഗസ്റ്റ് മാസം വരെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു. ഏതായാലും ഒരു 3-4 ദിവസം കൊണ്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അമ്മു കൊച്ചും വന്നപ്പോൾ ആ ഒരു 3-5 ദിവസം വലിയ തണുപ്പില്ലായിരുന്നു. അവർ പോകുന്നതിൻ്റെ അന്നായിരുന്നു ശരിക്കും തണുപ്പുണ്ടായിരുന്നത്. അന്ന് മുതൽ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ തണുപ്പുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ. പക്ഷേ അവർ ആ പള്ളിപ്പെരുന്നാൾ പോയ ടൈമിലൊക്കെ ആണെങ്കിലും വലിയ തണുപ്പുണ്ടായിരുന്നില്ല. അതേതായാലും നന്നായി കുഞ്ഞുങ്ങൾ വന്നപ്പോൾ. അപ്പം അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്ററൊക്കെ എടുത്തിട്ടു. നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഈ നാട്ടിൻപുറത്തൊക്കെ നല്ല ചൂടും കാര്യങ്ങളും ആയിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് എടുത്തിട്ടേക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എങ്ങനെ ഒരു കുടുംബം തല്ലിപ്പിരിക്കാൻ ഓർത്താണോ, അതോ എങ്ങനെ അമ്മയപ്പനും മക്കളോട് അടിപിടി ഉണ്ടാക്കാന്ന് ഓർത്തോണ്ടാണോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താ അങ്ങനത്തെ ഡൗട്ടൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും കാര്യത്തിലോട്ട് വരാം. അതിനു മുമ്പ് എന്നാ പറയുന്നത്, ഞാൻ ഇരുന്നിട്ടൊക്കെ സംസാരിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ പോയി നേരെ കണ്ടാലോ. എന്നെ അത് ആരും മിസ് ചെയ്യണ്ട കണ്ടോ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നുന്നു, നിങ്ങളൊന്ന് പറയുകയും ചെയ്യണം കേട്ടോ, കമൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഇടൂ എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ ഒരു കുടുംബത്തെ തല്ലിപ്പിരിക്കാനായിട്ട് ഒന്നും ആരും ശ്രമിക്കരുത് കേട്ടോ. ഈ മനസ്സിൽ തോന്നുക, നിങ്ങളുടെ മക്കൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഇടുന്നത്. പക്ഷെ അങ്ങനെ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമൊക്കെ ഉള്ള ഒരു എന്നാ പറഞ്ഞ ഒരു പ്രത്യേകതരം സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കാണ്ട് എനിക്കിതൊരു കണ്ടന്റ് ആക്കാൻ തന്നെ ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് കണ്ടന്റിന് ഇച്ചിരി ക്ഷാമമുണ്ട്. അപ്പോൾ എനിക്കൊരു കണ്ടന്റും കൂടെ ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സംശയമുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നാൽ എനിക്കൊരു കണ്ടന്റ് ആക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്നാ പറഞ്ഞത്, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളും ചോദിക്കണ്ടേ. അപ്പോൾ എന്തായാലും ഇത് ഞാൻ കണ്ടന്റ് കൂടെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ കാര്യമൊന്നുമില്ല. പിള്ളേരെ സംബന്ധിച്ചാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും ഈ ലോകത്ത് ഏറ്റവും വലുത്. പിന്നെ നമ്മൾ ജീവിതമാണ്, പച്ചയായ മനുഷ്യരാണ്. എന്നാ പറയുന്നത്, ദേഷ്യം വരും, സങ്കടം വരും, കലി വരും. അപ്പോൾ എങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതും പ്രവർത്തിച്ചതും 2 അടി കുണ്ടിക്കിട്ടൊക്കെ കൊടുത്തു നോക്കിയിരിക്കും. കാരണം നമ്മുടെ മക്കളെ, അല്ലാതെ കരക്കാരുടെ മക്കളെ നമ്മൾ ചെയ്യാൻ പോകത്തില്ല, ഒരിക്കലും പോകത്തില്ല അല്ലേ. അതുകൊണ്ട് എന്താ കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് പറയാം. അപ്പോൾ ഇന്ന് ആരും വീഡിയോ മിസ് ചെയ്യരുതേ, എല്ലാവരും കാണണം കേട്ടോ. അപ്പം ഞാൻ ഇരുന്ന് സെറ്റായി, ക്യാമറ ഒക്കെ സെറ്റാക്കി വെച്ച് അവിടെ സെറ്റായിട്ടില്ലേ, ഒരു സൈഡിലോട്ട് പോന്നു. ഇതെനിക്ക് ദിവ്യ എന്നാ പറയുന്നത്, മുംബൈ വെല്ലേഴ്സിലെ ബിനീഷ് മേടിച്ച് തന്നതാണ് കേട്ടോ. നമ്മളന്ന് ബോംബെക്ക് പോയില്ലേ, അപ്പം മേടിച്ച് തന്ന സ്റ്റാൻഡാണ് കേട്ടോ. ഇപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മറ്റേത് ഇങ്ങനെ നമ്മുടെ ഇതനുസരിച്ച് ചെരിച്ചൊന്നും വെക്കാൻ പറ്റത്തില്ല. വെക്കാതിരിക്കും, അതൊക്കെ ചെയ്യേണ്ടി എടുക്കണം ഇച്ചിരി സമയം. അതുകൊണ്ട് ഇപ്പം ഞാൻ ബിനീഷ് തന്ന ഈ ഒരു സ്റ്റാൻഡ് ഇടയ്ക്ക് കുക്ക് ചെയ്യുമ്പോഴൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ആ സ്റ്റാൻഡാണിത്. അപ്പോൾ വിനീഷിനെ ഓർത്ത് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു കുഞ്ഞുപകാരമാണേലും ചെയ്യുകയും നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണേലും ഓർത്തിരിക്കും അല്ലേ, ഉറപ്പായിട്ടും. എൻ്റെ ദൈവമേ. അപ്പം ഇന്ന് എന്നാ പറയാൻ വന്നതെന്നറിയോ, ഞാൻ എൻ്റെ ഫോൺ എടുത്തോട്ടെ. തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞ് കൊണ്ട് വെച്ചതാണ് പൊടി. തൊഴിലുറപ്പിന് പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇപ്പം ഞങ്ങൾ ഒരുക്കി ഇങ്ങനെ എന്നാ പറയുന്നത്, തട്ടുതിരിക്കലാണ് ഞങ്ങളുടെ പണി. ചാർജും കുത്തിയില്ല, ചാർജും ഇല്ല. അപ്പം അന്നേരം പൊടി ഭയങ്കരമായിട്ട് പറക്കുവേ. അതാ കേട്ടോ, ഇന്ന് ഈ 2 ദിവസമായിട്ട് എനിക്ക് പൊടിക്ക് അലർജി വീണ്ടും ആവുന്നുണ്ട്. നല്ല പൊടി പറക്കുക വെയിലാകുമ്പോഴത്തേക്കുവേ. അതുകൊണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടു കേട്ടോ. ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാവേ. വീഡിയോ എടുക്കട്ടെ കേട്ടോ. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം, ഞാനത് കട്ടാക്കി കേട്ടോ. എന്നാ ഇതിൻ്റെ പരസ്യത്തിൻ്റെ ഈ സൗണ്ടൊക്കെ വന്നേ. അന്നേരം ഇനി ചിലപ്പം പറയാൻ പറ്റത്തില്ല, എന്നാന്നോ കോപ്പിറൈറ്റ് വരുമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് കട്ടാക്കിയത്. അപ്പം സിന്ധോമ ഭാഗ്യവതിയാണ് സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടിയത്. അത് കറക്റ്റാണ് കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ ചേട്ടാ, ഈ സത്യം പറയാതിരിക്കാൻ മേല. വേറെ ഒരു കമൻറ്റ് ഇട്ടേക്കുന്ന ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ അതിന് 2 ലൈക്കാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങളെ. ഈ ചെറിയക്ഷരം, അതും ഇംഗ്ലീഷാണ്, ചെറിയക്ഷരം കൂടെ ആയതുകൊണ്ട് കണ്ണാടി വേണം കേട്ടോ. ഈ പ്രാവശ്യം എന്തോ എനിക്ക് സിന്ധു അമ്മയും തമ്മിൽ എന്തോ ഒരു നീരസം ഉണ്ടായി എന്ന് തോന്നുന്നു.
നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ അങ്ങനെ ഒരു ഞാനും അമ്മും കൂടെ ഒരു നീരസം ഉള്ളവർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തോ? അതെന്താ അങ്ങനെ ഒരു കമൻറ്റ് ഇടാൻ കാരണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ദൈവം സഹായിച്ച് ഇപ്പം വരെ ഒരു നീരസമോ കാര്യമൊന്നുമില്ല. പിന്നെ മക്കളാണ് ചിലപ്പം എന്തെങ്കിലും തെറ്റുകണ്ടാൽ ഞാൻ വഴക്ക് പറയാറുണ്ട്. അത് എത്ര വലുതായി അല്ല ഒരു അമ്മയായി അങ്ങനത്തെ ഇതൊന്നുമില്ല. തെറ്റ് കണ്ടാൽ അത് എൻ്റെ മക്കളെ, അല്ലാണ്ട് ഞാൻ നാട്ടുകാരുടെയോ കരക്കാരുടെയോ ആരുടെയോ മക്കളെ പോയി ശാസിക്കാനോ ഇതിനൊന്നും പോകാറില്ല. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പം എന്നാ നീരസം ഞങ്ങൾ തമ്മിൽ നിന്ന് എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ഒട്ടും മനസ്സിലായില്ല. അതാണ് ഈ കുടുംബത്തെ എന്നാ പറയുക, നിങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട് വിലയേറിയ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇടൂ, നിങ്ങൾ കമൻറ്റ് ഇടൂ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എപ്പോഴും കമൻറ്റ് ഇടുന്ന വ്യക്തിയാണോ എന്ന് അറിയത്തില്ല. ഞാൻ പറയാവുന്നതാണ് പബ്ലിക്കിൽ, ഇനി പേര് പറഞ്ഞ് ഇതാക്കണ്ടെന്ന് കരുതിക്കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞില്ലെന്നുള്ളൂ. പക്ഷേ ദൈവം സഹായിച്ച് ഇപ്പം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മുവായിട്ടോ ഒന്നും ഒരു നീരസവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഈ പ്രാവശ്യം സത്യത്തിൽ പറഞ്ഞാൽ വിഷ്ണു ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ഒരു മൂഡ് ഔട്ട് തന്നെ ഉണ്ടായിരുന്നു. മൂഡ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, അവനുണ്ടെങ്കിൽ എപ്പോഴും ഓണം ഞങ്ങൾ എന്തെങ്കിലും ഷോർട്ട് വീഡിയോ എടുക്കാനും പിറക്കാനും അതുപോലെ തന്നെ ഞങ്ങൾ കറങ്ങാൻ പോകാനും ഫുഡ് കൊണ്ട് വാങ്ങിച്ചു തരാനും ഒക്കെ അവനുണ്ടെങ്കിൽ ഒരു ഓളമുണ്ട്. അവനില്ലാത്തതിൻ്റെതായ ഒരു ചെറിയൊരു വിഷമവും സങ്കടവും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ചേട്ടായാലും ഫുഡ് കഴിക്കാൻ സമയത്ത് തോന്നുന്നു അവനില്ലാഞ്ഞിട്ട് കഴിക്കുന്ന ടൈമിൽ പറഞ്ഞില്ലെങ്കിലും ഞാൻ റൂമിൽ ചെല്ലുമ്പോഴാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായി വിഷ്ണു ഇല്ലാഞ്ഞിട്ട് ഒരു ഓളം ഇല്ലടിയെന്ന്. അല്ലാണ്ട് ഞങ്ങളുടെ വീട്ടിൽ ദൈവം സഹായിച്ച് ഇപ്പം വരുന്ന നിലവിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും ഈ നീരസം ഉണ്ടോ എന്ന് സംശയം തോന്നിയ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ അമ്മൂനെ ഒന്ന് വിളിച്ചു നോക്കാം. കിട്ടുമോ എന്നറിയത്തില്ല, ജിമ്മിൽ പോയോ എന്നറിയത്തില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഇപ്പോൾ അവളുടെ ജിമ്മിൽ പോകുന്ന സമയമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം. അമ്മു വിഷ്ണു ഇത് നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കണക്ക് തൊഴിലുറപ്പൊക്കെ ഉള്ളപ്പോഴേ എപ്പോഴും നമുക്ക് വിളി നടക്കില്ല. എന്നാ പറയുന്നത്, നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് വീട്ടിലെ പണി മൊത്തം ചെയ്യണം. നമുക്ക് വീട് വൃത്തിയാക്കിയും നല്ല ഫുഡ് ഉണ്ടാക്കിയും ഒക്കെ കഴിക്കുന്നവർക്കൊക്കെ പണിയുണ്ട് വീട്ടിൽ വന്നാൽ. അതിൻ്റെ കൂടുതൽ നമുക്ക് തൊഴിലുറപ്പും കൂടെ ഒക്കെ ഉള്ളപ്പോഴത്തേനും അമ്മൂൻ്റെ കിട്ടിയിട്ടുണ്ടേ. ഒന്ന് വിളിച്ച് നോക്കട്ടെ. ഓൺലൈനിലൊന്നുമില്ല, കിട്ടുമോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അവളോർപ്പ് ഇതെന്നാ ക്യാമറയിലോട്ട് പിടിച്ചേക്കുന്നതെന്ന്. ഇല്ലാത്ത ലക്ഷണമാണ്. ജിമ്മിൽ പോയി കാണും. എടുക്കുമെന്ന് നോക്കാം. എന്നാടീന്ന് ഹലോ, എവിടെയാ? ജിമ്മിൽ പോയില്ലേ? അതെന്നാ അല്ല അമ്മൂതിൻ്റെ ആടോ വേറെ വല്ലവരും ആടോ എന്ന് ഞാൻ ക്യാമറയ്ക്ക് അതൊന്ന് കാണിച്ചു കൊടുത്തതാ. അതിനാ തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞതേ ഉള്ളൂ. ഭയങ്കര കിടുകിടാന്ന് വിറയ്ക്കുന്ന തണുപ്പാ. നിങ്ങൾ നിന്ന് 4-5 ദിവസം പിന്നെ തണുപ്പില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ പോകുന്നതിന് എന്ത് തണുപ്പല്ലായിരുന്നു പറപ്പച്ച നിന്നപ്പോഴൊക്കെ. അന്ന് മുതൽ വീണ്ടും പഴയ പടുതി തണുപ്പായി. കുളി കഴിഞ്ഞോളൂ. ഇന്ന് ജിമ്മിലൊന്നും പോയില്ല. ഇന്നലെ മറ്റേ അവിടെ പോയിട്ട് വന്നിട്ടേ ആകെ തലവേദനയായിരുന്നു. 2 സൈഡോട്ട് ഡ്രൈവിംഗ് ചെയ്തിട്ടേ. അമ്മ വീഡിയോ എടുക്കണോ? ഞാൻ വീഡിയോ എടുക്കുവാ. വീഡിയോയ്ക്ക് എനിക്ക് കണ്ടന്റ് ക്ഷാമോ, ഭയങ്കര കണ്ടന്റ് ക്ഷാമോ. അപ്പൊ ഇപ്പം വന്ന് ഞാൻ വീഡിയോയുടെ കമന്റ് ബോക്സ് ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു കമന്റ്, അതിരസകരമായ ഒരു കമന്റ്. അമ്മു ഈ പ്രാവശ്യം അമ്മു വന്നപ്പോൾ സിന്ധു അമ്മയും അമ്മുവിനും എന്തോ നീരസം ഉള്ളതുപോലെ തോന്നി. നിനക്കെന്താണ് എന്നോട് ഒരു നീരസം? അതെനിക്ക് കഴിഞ്ഞ ദിവസം പപ്പാനെ വെച്ച് ബേസ് ചെയ്തൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ. പപ്പ അമ്മൂനോട് മിണ്ടാറില്ലേന്ന് വെച്ചാൽ. അപ്പൊ ഞാനത് ഫണ്ണി ആയിട്ടായിരുന്നു. ഞാനപ്പൊ തന്നെ തിരിച്ചു കൊടുത്തിട്ടുള്ളത്. അരമണിക്കൂർ മുമ്പ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിനൊക്കെ കുഴപ്പമുണ്ടോന്ന് എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനൊരു ഫണ്ണി ആയിട്ട് എടുത്തിട്ടുള്ളൂ. ഇത് എന്റെ ചാനലിലാണ് വന്നിരിക്കുന്നത്. അല്ലെന്ന് എന്റെ ചാനലിൽ. അതെന്നാ ഈ തൊഴിലുറപ്പിന് പോകുന്നോണ്ട് കറക്റ്റ് നോക്കാൻ പറ്റത്തില്ല. എന്നാ 10 കമന്റ് കണ്ടേ ഉള്ളൂ. ഇപ്പം വീഡിയോ ഒന്നാമത്തെ കാര്യം കയറുന്നില്ല, ഭയങ്കര വ്യൂസ് കുറവായി. എന്നാലും നമ്മുടെ ഒരു തൊഴിലാണല്ലോ എന്ന് കരുതി ഞാൻ വന്നിട്ട് എന്തെങ്കിലും വീഡിയോ എടുത്ത് കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ. ഇന്നലെയാണെങ്കിൽ എനിക്ക് കാലിനൊക്കെ ഭയങ്കര വരെയായിരുന്നു. എന്നിട്ട് 6 കടന്നും പോയി മീൻ മേടിച്ചോണ്ട് വന്ന് കറി വെക്കുന്നതും ഒക്കെ ആയിട്ട് ഞാൻ എടുത്തൊപ്പിച്ച് ചേട്ടായികളെ വന്ന് കഴിക്കുന്നതൊക്കെ കൊടുത്തിട്ട് ഞാൻ കിടന്നപ്പോൾ തന്നെ 11 മണിയായി. അറിയാലോ, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ നിന്നോടൊക്കെ. എന്നിട്ട് ഇന്നിപ്പം വന്ന് ഇപ്പം ഞാൻ നോക്കിയപ്പോഴാ പിന്നെ ഒരു കമന്റ് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഇതെന്നാണോ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ തോന്നാനൊരു കാര്യം എന്ന്. മുന്നോട്ടേക്കും അങ്ങനെ ഉണ്ടാവരുതെന്നാണ് എന്റെ ഏറ്റവും വലിയ അഹങ്കാരം. എനിക്ക് ഈ ലോകത്ത് എന്റെ അപ്പനും അമ്മയും ഉള്ളൂ, എനിക്ക് വേറെ ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സീനൊന്നും ഇല്ല. പിന്നെ പപ്പ വൈകിട്ടല്ലേ വരുന്നത്, അതായിരിക്കും അങ്ങനെ.
ഞാൻ കൂടുതലും അങ്ങനെ വീഡിയോ ഒന്നും ഈ അത് ചേട്ടായി അതെ ഈ പ്രാവശ്യം അത് ഞാൻ പറഞ്ഞോളാം. ഈ പ്രാവശ്യം വന്നിട്ട് വലിയ കാര്യമായിട്ട് നമ്മുടെ ഇവിടുത്തെ വീഡിയോ എടുത്തില്ല. അവിടെ പള്ളിപ്പെരുന്നാളിനൊക്കെ പോയി. പിന്നെ ആശമോളിൽ അവിടോട്ട് പോയി. പിന്നെ 2-3 ദിവസം നിന്നു. കിട്ടിയില്ല. ഞാൻ തൊഴിലുറപ്പിനും പോയി. ഈ പ്രാവശ്യം ഞായറാഴ്ച കൊച്ചിനോട് ഇരിക്കാം എന്ന് കരുതിയപ്പോഴാണ് അങ്ങോട്ട് പോയത്. അത് ഞാൻ കണ്ടോണ്ടിരിക്കുവായിരുന്നു. 2 ബോട്ടിൽ ലീക്കായെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. ശരിയല്ലേ? 2 ബോട്ട് ലീക്കായതുകൊണ്ട് വിളിച്ചു. പിന്നെ മാളയിലെങ്ങാണ്ടുള്ള ഗൾഫുകാർക്ക് കൊടുക്കേണ്ട ഇത് കൂട്ടുകാരൻ കൊച്ചിനോട് പറഞ്ഞു. ആ കൊച്ചു മറന്നെങ്ങാണ്ട് പോയി. അതിനും വിളിച്ച് അവളെ വഴക്ക് പറഞ്ഞേ ഞാൻ കിട്ടും. ഞാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്യും. പക്ഷെ ഇവര് ഫസ്റ്റ് ടൈം ചെയ്തത് കൊണ്ട് ഫസ്റ്റ് ടൈം അല്ല ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്ര ഞാൻ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അതിന്റെ ഒരു ഇതില്ലാത്തതുകൊണ്ട് കുറച്ച് ഇഷ്യൂസ് വന്നപ്പം ഞാൻ തിരിച്ചിങ്ങ് ഓടി പോകുന്നു. അതിപ്പോ നീ എന്നോട് നീരസം ഉണ്ടാക്കിയിട്ട് നീ എനിക്കിട്ട് 2 തന്നിട്ടല്ലേ പോയത്? അല്ല ഇന്ന് കണ്ടോ? അല്ല ഇന്ന് കണ്ടോ? അല്ല ഇന്ന് കണ്ടില്ല. വാരിയല് പാര വെച്ച് അടിച്ചോടിച്ചു. എന്തിനാ ഫേസ് ക്രീം എടുത്ത് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. ദൈവം സഹായിച്ച് എന്റെ മക്കളെ കൊണ്ട് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് വർക്ക്പരമായിട്ട് കുറച്ച് ടെൻഷൻസ് വന്നപ്പോ എനിക്ക് ഹെവി ടെൻഷൻസ് എടുക്കാൻ പറ്റില്ല. മൈൻഡ് അങ്ങനത്തെ അല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വരണമെന്ന് തോന്നി ഞാൻ ഓടി വന്നു. അത്രേ ഉള്ളൂ. പിന്നെ അധികം നേരം വീട്ടിൽ എൻജോയ് ചെയ്യാൻ നിൽക്കാണ്ടുള്ള ഒരു ക്യാപ്പോ സമയമോ ഇവരുടെ കൂടെ ഇരിക്കാനുള്ള ക്യാപ്പോ സമയം എനിക്ക് കിട്ടിയില്ല. സത്യം. അതിനകത്ത് ഞാനും ഇല്ല. ഞാൻ രാവിലെ പോയാൽ വൈകിട്ട് 5 മണിയാവും വരുമ്പോ. ഉച്ചയ്ക്കൊന്നും ഓടി വരും, ഇച്ചിരി ചോറ് കഴിക്കും, അന്നേരം പോകും. പിന്നെ ഞാൻ വരുന്ന ടൈമിൽ ചിലപ്പോൾ ഇവർ അമ്മയും മോളും ഉറക്കമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ കൊച്ചുറക്കമായിരിക്കും. സത്യം പറഞ്ഞ കുമാരി ചേച്ചിയിലാണ് പോയത് അല്ലെന്നേ. എനിക്ക് കൂടുതൽ റെസ്റ്റ് എടുക്കാൻ കിട്ടിയ ടൈമാണ്. ഇതിപ്പോ എല്ലാ പെൺകുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. സ്വന്തം വീടാണ്, നമുക്ക് കുറച്ചും കൂടെ റെസ്റ്റ് എടുക്കാൻ. നമ്മൾ വരുമ്പോഴേ നമുക്ക് അതിനൊക്കെ പറ്റുള്ളൂ. നമ്മളിവിടെ വർക്ക് ചെയ്ത് മടുത്തിട്ടായിരിക്കും അങ്ങോട്ട് വരുന്നത്. അപ്പം അങ്ങനെ അല്ലാണ്ട് തോന്നാൻ കാര്യം എനിക്കറിയത്തില്ല. അമ്മ ഇവിടെ ഉണ്ടാവാറുണ്ട്. നമ്മളെന്തെങ്കിലും ഷോർട്ട് വീഡിയോയും ഗോമാളിത്തരം ഞാൻ എന്നിട്ട് 2 ഷോർട്ട് വീഡിയോ എടുത്ത് ഇവിടെ വെച്ച് കാണിച്ചിട്ട് ഞാൻ പറയട്ടെ നമുക്കിത് എടുക്കണം കേട്ടോ. പക്ഷെ ഒന്നും നടന്നില്ല. എന്നാന്ന് ചോദിച്ചാൽ ഒന്നും നടന്നില്ല. അത് തന്നെയല്ല, താഴേന്നാണേലും കുഞ്ഞുങ്ങൾ വന്നൊരു ഓളം ഉണ്ടാക്കിയില്ല ഈ പ്രാവശ്യം. എന്നാന്ന് ചോദിച്ചാൽ പഠിത്തം, അത് കല്യാണി മോക്കും വയ്യായിരുന്നു പഠിത്തം. പിന്നെ കുമാരി ചേച്ചിയുടെ അവിടെ പോയൊരു ഫുഡ് കഴിച്ചില്ല ഇവള്. ഇതൊന്നും കുമാരി ചേച്ചി പറഞ്ഞു അവൾ എന്തിന് ഇത്രയും പെട്ടെന്ന് ഓടി പഠിച്ചു പോയത്, അവൾക്ക് 10 ദിവസം നിൽക്കത്തില്ലായിരുന്നോ, ഒന്നും കഴിക്കാൻ പോലും കൊടുത്തില്ലെന്നൊക്കെ പറഞ്ഞോണ്ടാ. അല്ലാണ്ട് ഇവിടെ വലിയ പ്രശ്നവും നീരസവും വഴക്കും ഒന്നും ഉണ്ടായിട്ടില്ല. പപ്പ പോയി. പപ്പായ്ക്ക് നല്ല ചുമയാ. കുറവില്ലെന്നേ. ചുമയോ ഈ തണുപ്പിന്റെയാന്നേ. ചുമയോ ഞാൻ ഇന്നും കൂടെ എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കസിൻ തന്നെ കേട്ടോ. അവനും അലനും കൂടെ ഫോൺ റെഡിയാക്കാണ്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനോട് പറയായിരുന്നു ഇടുക്കിയൊക്കെ സംഭവം അടിപൊളിയാണ്, പക്ഷെ ഹെൽത്ത് ഇഷ്യൂസ് എപ്പോഴും വരും. എന്റെ ആഗ്രഹമാണ് എന്റെ അപ്പനെ അമ്മയെ നാട്ടിൻപുറത്തോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകുന്നത് എന്റെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അല്ലാണ്ട് ഒരു കണക്കോ ഇല്ല നമ്മളോട് പറഞ്ഞേ. കാരണം കമന്റ് ഇട്ട ആളോട് ഇതുവരെ ഒരു വിഷമോ കണക്കോ നല്ല തല്ലിപ്പൊളിയൊന്നും ഇല്ല, മുമ്പോട്ടേക്കും ഉണ്ടാവില്ല. ഞങ്ങൾ അങ്ങനത്തെ അതുണ്ടാക്കാൻ ശ്രമിക്കണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നടക്കത്തില്ല. പിന്നെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചിലവര് ചോദിക്കുന്ന, പക്ഷെ അങ്ങനൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു ചിന്താഗതി അതിന്റെയൊക്കെ പ്രായം കഴിഞ്ഞു പോയില്ലേ. നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ചിലത് നമുക്ക് എന്താ പറയാ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത നമ്മുടെ സിറ്റുവേഷൻസ് കാരണമായിരിക്കും. ചില കാര്യങ്ങൾ നമുക്കിപ്പോ എല്ലാവരും ഒന്നിച്ച് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ചിലത് നമ്മുടെ കൂടെ ഉള്ളവരെയും കൂടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾക്ക് ജീവൻ കണ്ണടച്ച് നടക്കുന്ന 3 മണിക്കൂറുള്ളൂ. നാളെ നമ്മളാരും ജീവനുണ്ടാവുന്നത് നമുക്ക് വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. അപ്പൊ നമ്മള് മാക്സിമം ഉള്ള സമയം ആരെയും വിഷമിപ്പിക്കാണ്ട് അതെ നമ്മളോട് നല്ല രീതിയിൽ നിൽക്കുന്നവരോട്, നമ്മളെ സ്നേഹിക്കുന്നവരോടൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കും. അത്രേ ഉള്ളൂ. അതെന്നറിയോ ഞാനിപ്പൊ ഇതിങ്ങനെ ഒരു എന്നാ ശരി എന്നാ ഞാൻ വീഡിയോ ബാക്കി എടുക്കട്ടെ. ശരി എന്നാ. അതെ ഒരു നീരസവും ഇല്ല. ശരി എന്നാ. കൊച്ചെന്തിയെ ആണോ? എന്നാ ശരി എന്നാ എല്ലാരും ചോദിച്ചെന്ന് പറഞ്ഞേര്. കേട്ടല്ലോ.
നീരസം എന്നാന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു കണ്ടന്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഞാനുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ആ കമൻറ്റ് ഇട്ട വ്യക്തിയും താഴ്ത്തി കെട്ടിയോ കുറ്റം പറയോ ഒന്നും അല്ല കേട്ടോ സത്യത്തിൽ. എന്നാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അങ്ങനെയുള്ള കമൻസ് ഒക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഒരു നീറ്റലും വിങ്ങലും വിഷമം വരും. കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ അധികം ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിച്ച് വന്ന വ്യക്തിയാണ് ശരിക്കും. അല്ലാണ്ട് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിനകത്തും ഞാൻ നിങ്ങളോട് ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. അപൂർവം ചില വീഡിയോസിനകത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കരഞ്ഞോണ്ടൊക്കെ വന്നിട്ടുള്ളൂ. അത് അത്രയും മാത്രം ഉള്ളിനുള്ളിൽ വേദനയുള്ള ദിവസങ്ങളിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കരഞ്ഞോണ്ട് വന്നിട്ടുള്ളത്. ശരിയല്ലേ? ശരിയാണ്. നിങ്ങൾക്ക് ശരിയല്ലെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ശരിയാണ്. അപ്പോൾ ഇപ്പം നിലവിൽ വലിയ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒന്നും ഇല്ലാണ്ട് ഈ 2026 വന്നതിന് ശേഷം 2026 പിന്നെ തുടങ്ങിയതിന് ശേഷം ചേട്ടായി വിളിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടായി വിളിച്ച കേട്ടോ. ചേട്ടായി ഇന്നലെ മുതൽ എന്നോട് ഒരു സാധനം പിടിച്ചു തരാം എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ആ മീൻ മേടിക്കാൻ നിന്നപ്പോഴത്തേനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന് വൈകിട്ട് നിനക്ക് ഇന്ന് സാധനം മേടിച്ചുകൊണ്ട് തരാൻ കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ മീൻ മേടിച്ചു, വേണ്ട ചേട്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം വിളിച്ചിട്ട് ചോദിക്കുക വേണോ നിനക്കത് ഞാൻ ഓർഡർ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ ഇന്ന് വേണ്ട, നമുക്ക് ഇടയ്ക്ക് ഒരു ദിവസം മേടിക്കാം. അത് കാരണം ഇന്നത്തേനോ വൈകിട്ടത്തേനുള്ള ഫുഡ് ഞാൻ രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം വേണ്ടാന്ന് പറഞ്ഞ കേട്ടോ. പിന്നെ എന്താ സാധനമാണ് മേടിക്കേണ്ടത്? അപ്പോൾ തേങ്ങയും കുളിക്കുന്ന സോപ്പും അത് രണ്ടും മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കട്ടാക്കി. ഇതൊക്കെയാണ് ഞങ്ങളുടേതായ ജീവിതം. ഇങ്ങനെയൊക്കെയാണ് ഉള്ള ഒരു ശാല സമയമുള്ളതിൽ ഞങ്ങളത് എന്നാ പറയുന്നത് ഒത്തിരി തകർത്തടിച്ച് സന്തോഷിച്ച് ഉല്ലസിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. കാരണം നമുക്കിപ്പോൾ എന്നാ പറയുന്നത് ഒരു സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ പുറത്ത് പോയി അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ എന്നാ പറയുന്നത് ഏതിലേലും ഒക്കെ കറങ്ങാനോ അതൊക്കെ ഇഷ്ടമുണ്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ അടിപൊളിയായിട്ടൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ധാരാളിത്തമായിട്ട് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സമാധാനപരമായിട്ട് ശാന്തമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ 2026 ശേഷം സമാധാനപരമായിട്ട് സ്മൂത്തായിട്ട് ഒരു എന്നാ പറയുന്നത് സങ്കടങ്ങളും വേദനകളും ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2-ാം തീയതി തന്നെ എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോകാൻ പറ്റി. ഈ 2026 അന്ന് മാതാവിൻ്റെ മുമ്പിൽ പോയി നിന്ന് ഞാൻ പറഞ്ഞേക്കുന്ന 1-2 കാര്യങ്ങളേ ഉള്ളൂ. ദൈവമേ നമുക്ക് ആർക്കും നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളും പറ്റും. ഇനിയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ആർക്കും തെറ്റും കുറ്റവും ഒന്നും പറ്റാൻ ഇടവരുത്തരുത്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കാരണം ഒരു കൈ തന്നെ പൊക്കിയ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ സമയത്ത് 2 കൈയും കൂടെ വെച്ചാലോ സൗണ്ട് കേൾക്കും. എന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തരുടെ നേരെ വിരൽ ചൂണ്ടി കുറ്റം പറയാം, നീയാ ചെയ്തത് ഞാനാ ചെയ്തത് എന്നൊക്കെ അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ ഈ പറയുമ്പോഴും ബാക്കി ഒരാളുടെ നേരെ വിരൽ ചൂണ്ടി പറയുമ്പോഴും ബാക്കി 4 വിരൽ നമ്മുടെ ചങ്കിന് നേരെയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും ചിലപ്പം. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, വേറെ ആരും ഇതിനകത്ത് കയറ്റി ഉൾപ്പെടുത്തിയിട്ടില്ലേ. ഇനി അതും പറഞ്ഞുകൊണ്ടൊന്നും പറയരുതേ. അപ്പോൾ ഈ ഒരു വർഷം മുതൽ സമാധാനപരമായിട്ട് ജീവിതമാണ്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ സമാധാനപരമായിട്ട് ക്ഷമിച്ച് പോർത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പം. അതിനിടയ്ക്ക് ഇപ്പം അടുത്ത ഒരു ഇത് പോണക്ക് എനിക്ക് തോന്നി, ഒരു അത്ര നല്ലതായിട്ടൊരു പിന്നെ കമൻ്റായിട്ട് എനിക്കത് തോന്നിയില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ചിലപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിഷ്ണുവും അമ്മുവും കൊച്ചും ഒക്കെ കൂടെ വന്നപ്പോഴത്തെ ആ ഒരു ലെവലിലുള്ള വീഡിയോസ് ഒന്നും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, അങ്ങനെ ഞാൻ കരുതുന്നു. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നിയത് കൊണ്ടായിരിക്കാം എന്ന്. കാരണം ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ട് ഒരു ഷോർട്ട് വീഡിയോ എടുക്കാം, ഒരു ഷോർട്ട് വീഡിയോ എടുക്കാം, നീ എടുക്കുക, ഞങ്ങൾ രണ്ടും കൂടെ അഭിനയിക്കാം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അഭിനയമാണല്ലോ ഈ ഷോർട്ട് വീഡിയോ എടുക്കുന്നതും നമ്മുടെ ഇങ്ങനെ എന്നാ പറയുന്നത് റീൽസ് എടുക്കുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഇതിന് ചെയ്യും. ഈ പ്രാവശ്യം അവനില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനത്തെ ഓളവും പരിപാടിയും പറ്റിയില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മു വന്ന ആ ദിവസം വരുന്നതിന് 2 ദിവസം മുമ്പ് ഞാനിവിടെ പനിച്ചെരിഞ്ഞ് 2 ദിവസമായി വയ്യാണ്ട് കിടക്കുമായിരുന്നു. ഞാൻ എത്ര വയ്യെങ്കിലും വീഡിയോ ആയിട്ട് സന്തോഷമായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരാറുണ്ടെങ്കിലും എന്നാ പറയുന്നത് എൻ്റെ കയ്യിൽ എടുത്തു വെച്ച വീഡിയോസ് ഉണ്ടായിരുന്നു. എൻ്റെ പിള്ളേർ മൾട്ടി ഇഞ്ചക്ഷനും ഒക്കെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആ വീഡിയോസൊക്കെയാണ് ഞാൻ ആ ടൈമിലൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കയറി താമസത്തിൻ്റെയും. അപ്പോൾ കയറി താമസം കഴിഞ്ഞാണ് മരിച്ചിട്ടെടുത്ത കയറി താമസത്തിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് പനിയായിട്ട് ഞാനിവിടെ 2 ദിവസം അടകിടപ്പ് കടന്നു. അത് കഴിഞ്ഞാണ് കൊച്ചുങ്ങൾ വന്നത്. അപ്പം ഈ പനി മാറിയിട്ട് എനിക്ക് നല്ല ചുമയും ശ്വാസമുട്ടലും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചിനെ 1-2 ദിവസം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കൊച്ചിനോട് മുന്നായിരിക്കാനും പറക്കാനും ഒന്നും അടുത്ത് നിന്നില്ല. കാരണം അവൾക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പനി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ശരീരം പൊങ്ങത്തില്ലാത്ത അവസ്ഥയാണ്, ദേഹം വേദനയാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി അകന്നകന്നാ നിന്നേ. എന്നിട്ട് ചേട്ടായി ചുമയായിട്ട് ചുണ്ടലും മുഖത്തൊക്കെ ഉമ്മ കൊടുത്താൽ ഞാൻ ചേട്ടനെ വഴക്ക് പറഞ്ഞു നടക്കായിരുന്നു ചേട്ടായി കാരണം എന്ന് പറയാം. പക്ഷെ എന്നിട്ട് എന്നെ ആ ടൈമിലായിരുന്നു പള്ളിപ്പെരുന്നാൾ.
ഇവള് വന്നിട്ട് അന്ന് മുതലാണ് വരുന്നതാണ്. അപ്പോൾ എനിക്ക് പോകണമെന്നുണ്ട്. എന്നിട്ട് എനിക്ക് പോക്ക് നടക്കത്തില്ല. അതുകൊണ്ട് സിന്ധുവിനോട് വിളിച്ച് പറയാം, സന്തോഷണ്ടേ, സിന്ധുവിനോട് വിളിച്ച് പറയാം, എടി ഇത്ര കഴിഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കഴിഞ്ഞെടുത്ത് വയ്ക്കും. നേരത്തെ എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് എടുത്ത് നോക്കുമായിരുന്നു. ഇപ്പം എൻ്റെ കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും ഞാൻ അങ്ങനെ കഴിഞ്ഞെടുത്ത് വയ്ക്കും. അപ്പം ഇത്ര കഴിഞ്ഞെടുത്ത് വെച്ചേക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യും. അത് ഞാൻ ഗൾഫിൽ പോയപ്പോൾ പോലും കൂടെ ഞാൻ സിന്ധുവിനെയോ അമ്മേനെയോ പറഞ്ഞ് ഏൽപ്പിക്കും. അവർ പോയി ചെയ്ത് വെക്കുമായിരുന്നു. ഒരു പ്രാവശ്യം പോലും നമുക്ക് മുടക്ക് വന്നിട്ടില്ല. ഈ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റത്തില്ല എന്നാൽ ഞാൻ സിന്ധുവിനോട് പറയാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് പിള്ളേർ വരുന്നത്. അപ്പോൾ പിള്ളേരെ കൊണ്ട് പിറ്റേ ദിവസം എടുത്ത് വെപ്പിക്കാമല്ലോ, പിറ്റേ ദിവസം ആവുകയാണെങ്കിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എന്നാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുക, വിമ്മിഷ്ടം മുടക്കാവുക. ഇന്ന് തന്നെ ഉണ്ടല്ലോ, ഇന്ന് തന്നെ ഇത്രയും തണുപ്പല്ലേ. രാവിലെ ഞാൻ തൊഴിലുറപ്പിന് പോയപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറേ കയറ്റം കയറണം. ആ കയറ്റം കയറുമ്പോഴത്തേനും എനിക്ക് ശ്വാസം മുട്ടിയിട്ട് ഭയങ്കര ഒരു അസ്വസ്ഥത, ജീവൻ നിലച്ചു പോകുന്ന മാതിരി ഒരു അവസ്ഥയാണ്. ആ ശ്വാസം മുട്ടൽ വരുമ്പോൾ എനിക്ക് ഇന്നുവരെ ശ്വാസം മുട്ടലൊന്നുമില്ലായിരുന്നു. ഈ പൊടിയുടെ അലർജി പ്രശ്നം കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ശ്വാസം മുട്ടൽ ഇത്ര അയക്കുന്നത്. അപ്പോഴത്തേനും നമ്മുടെ തങ്കച്ചൻ ഞാൻ റോഡിൽ നിൽക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ചെവിയൊക്കെ കെട്ടടി, നിനക്കൊരു തൊപ്പി മേടിച്ച് താത്തു വെച്ചാൽ എന്നാ, അല്ലെങ്കിൽ വയ്യാത്ത 2-3 ദിവസം പോകാതിരുന്നാൽ എന്നാന്ന്. നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് 10 രൂപ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് എത്ര വയ്യെന്ന് കണ്ടാലും കഴിഞ്ഞു വരുന്നാലും നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഓരോ ദിവസം ഞങ്ങൾ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പ്രശ്നത്തിനോ സങ്കടത്തിനോ വഴക്കിനോ പോകാതെ സന്തോഷമായിട്ട് തന്നെ ആണ് പോകുന്നത് ഇപ്പം വരെ. അതിനെല്ലാം ഞാൻ എപ്പോഴും പറയാറില്ലേ, 3 മക്കളുടെ മുമ്പിൽ എനിക്ക് പിന്നെ ആരാണ്ട് ഒരു കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സിന്ധുമ്മയ്ക്ക് എത്ര മക്കളാണെന്ന്. എനിക്ക് 2 മക്കളാണ്. ഞാൻ പ്രസവിച്ചത് 2 മക്കളെയാണ്. പക്ഷേ ദൈവം എനിക്ക് ഒരു മോളെയും കൂടെ തന്നിട്ടുണ്ട്. അത് ചേട്ടായുടെ കുഞ്ഞാണ്, ചേട്ടായുടെ മോളാണ്. അങ്ങനെ എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. 3 കുഞ്ഞുങ്ങൾ നല്ല ഭംഗിയായിട്ട് 3 പേരുടെയും സ്ഥലങ്ങളിൽ അടിപൊളിയായിട്ട് സന്തോഷകരമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. നമ്മൾ ഒരു എന്നാ പറയുന്നത്, നമ്മുടെ ഒരു കടമയുണ്ട്. നമ്മൾ മക്കളെ പ്രസവിച്ചാൽ അവരെ ഒന്ന് വളർത്തി വിടുക എന്നുള്ളത്. ആ കടമ നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട് ഞാനും ചേട്ടായും. ഞങ്ങൾക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. അതിപ്പോൾ നമുക്ക് ആരെയും പറഞ്ഞു ബോധിപ്പിക്കേണ്ടതോ അല്ലെ നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതോ ഒന്നും ആവശ്യമില്ല. അത് നമ്മുടേതായ നാട്ടുകാർക്കറിയാം, അല്ലാതെ അറിയത്തില്ലാത്തവരെ നമുക്ക് പറഞ്ഞു ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ജീവിതകാലം മൊത്തം മക്കളെ പെറ്റൂന്ന് പറഞ്ഞിട്ടോ അല്ലെ അവരെ ജീവിതകാലം മൊത്തം നമ്മൾ സംരക്ഷിച്ചോളാന്നോ അല്ലെ അവർക്ക് ജനിക്കുന്ന മക്കളെ നമ്മൾ നോക്കിക്കോളാന്നോ അങ്ങനെയൊന്നും ഈ ലോകത്ത് ഒരിടത്തും ഇല്ലെന്നേ. അതൊന്നും അവനവൻ ജനിപ്പിക്കുന്ന മക്കളെ അവനവൻ വളർത്തണം, എങ്കിലേ അല്ലേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അറിയത്തുള്ളൂ. അല്ലാണ്ട് വലുപ്പന്മാരും വളർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അവരെ വളർത്തിയതിൻ്റെ വിഷമം അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അപ്പം എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എന്നാ പറയുന്നത്, ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ കൂടുതൽ സേവ് ചെയ്ത് കെയർ ചെയ്ത് അല്ലെങ്കിൽ അവരെ നമ്മുടേതാണെന്ന് പറഞ്ഞ് നമ്മൾ അടക്കി ഭരിച്ച് അല്ലെങ്കിൽ മൊത്തം നമ്മുടെ തലവഴിയാകണം എന്നുള്ള ചിന്ത വെച്ചുകൊണ്ടിരിക്കാതെ ഇന്നത്തെ ഒരു ജനറേഷനിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അവരെ ജീവിക്കാൻ വിടുക. സത്യം അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഒന്നും പ്രശ്നവും സങ്കടവും വഴക്കും വല്ലതും ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ ഒരു എന്നാ പറയുന്നത്, നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലി തന്നെയുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡും സ്വത്തും മുതലും ഒക്കെ ഉള്ള വീടുകളിൽ ഞാൻ കണ്ടേക്കുന്നുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞു, മകൻ്റെ കല്യാണം കഴിഞ്ഞു, അവർ വേറെയായി. മകളുടെ കല്യാണം കഴിഞ്ഞു, അവർ വേറെയായി. അപ്പനും അമ്മയും തന്നെ തറവാട്ടിൽ സെറ്റിൽഡായി. അപ്പം വല്ലപ്പോഴും ഒന്ന് വരും സ്നേഹപ്രകടനം, അതാണ് എന്നും നിലനിൽക്കും. അല്ലാണ്ട് നമ്മൾ അങ്ങോട്ടും വഴക്കിട്ട് ഇങ്ങോട്ടും വഴക്കിട്ട് പിന്നെ നമ്മുടെ മനസ്സിലും വിഷമം അവരുടെ മനസ്സിലും വിഷമം. അത് ജീവിതകാലം മൊത്തം ഇങ്ങനെ ഒരു വിഷമത്തിൻ്റെ ഒരു ഇതിലൂടെ തന്നെയായിരിക്കും കുറേ. പിന്നെ നമുക്ക് ആ മുറിവൊക്കെ ഉണങ്ങണമെങ്കിൽ നമുക്ക് എന്നാ പറയുന്നത്, വരുന്ന കുഞ്ഞുങ്ങൾക്കാണേലും നമുക്കാണേലും ഒക്കെ അത് ഉള്ളിൽ കരിയാനായിട്ടൊരു ശകലം സമയം എടുക്കും. സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു പാഠം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ മക്കളെ 3 പേരെയും ഞാനും എൻ്റെ ചേട്ടായും കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ എന്നാ പറയുന്നത്, ഇതിൽ ഞാൻ പ്രസവിച്ച 2 മക്കളുടേതേ കല്യാണവും കാര്യമൊക്കെ ആണെങ്കിലും എനിക്ക് നടത്തി വിടാൻ പറ്റാത്തുള്ളൂ. അവർ സ്വന്തമായിട്ട് 2 പേർക്കും ഇഷ്ടപ്പെട്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എങ്കിലും അവരും നല്ല ഹാപ്പിയായിട്ട് സന്തോഷപരമായിട്ട് അവരവരുടെ 2 പേരുടെയും ജീവിതം നയിച്ചുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് ഞാൻ കണ്ണിന് കാണുകയും കേൾക്കുകയും ചെയ്യണമെന്നാണ് എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അവരുടെയൊക്കെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളാൻ ഇടവരുത്തരുതേ ഭഗവാനെ അല്ലെ മാതാവമ്മേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂത്ത മകളുടെ കല്യാണമൊക്കെ നല്ല രീതിയിൽ നടത്തി ഒരു കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് അവരും നല്ല കഷ്ടപ്പെട്ട് നല്ല നട്ടലുള്ള, ഇന്നാളും ഞാനൊരു വീഡിയോയ്ക്ക് അത് പറയുന്നു, നട്ടലുള്ള ആണൊരുത്തൻ നല്ല മിടുക്കനായ ആണൊരുത്തനെ കൊണ്ടാണ് അവളെയും കെട്ടിച്ചേക്കുന്നത്. അപ്പം ജീവിക്കണം എന്ന് കരുതി അതുങ്ങളും സന്തോഷത്തോടെ സമാധാനപരമായിട്ട് ജീവിക്കുന്നു. മക്കൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചവരോട് പറഞ്ഞിട്ടുള്ളതുള്ളൂ കേട്ടോ. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചേട്ടായുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ 3 മക്കളെയും ഒരു രീതിയിലും ജീവിതത്തിൽ ജീവൻ അവസാനിക്കുന്നോണം വരെ ഒരു രീതിയിലും അവരുടെ മുമ്പിൽ പോയി അവരെ കഷ്ടപ്പെടുത്താനുള്ള ഒരു ഇടവരുത്തരുതേ ഭഗവാനെ.
എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും എൻ്റെ 3 മക്കളെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇടവരുത്തരുത് എന്ന്. അതുപോലെ തന്നെ ചിലപ്പോൾ അവരുടെ മനസ്സിലും കാണും, അപ്പനെ അമ്മയുടെ മുമ്പിൽ പോയി ഞങ്ങളൊന്നിനും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇടവരരുത്, ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണമെന്ന്. കാരണം ഓരോ അവസരത്തിൽ ഓരോ എൻ്റെ മക്കൾ പറഞ്ഞത് എൻ്റെ മനസ്സിലോട്ട് ഇപ്പം വരുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്ന് എൻ്റെ മക്കൾ പറഞ്ഞത് എൻ്റെ മനസ്സിലോട്ട് വരുന്നുണ്ട്. അപ്പം അത് അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും തിരക്കും കാര്യങ്ങളും ഉണ്ട്. ആർക്കും സമ്പത്തും സ്വത്തും മുതലും ഒന്നും കുമിഞ്ഞു കൂട്ടി വെച്ചേക്കുന്നവരല്ല ഞങ്ങൾ. സാധാ ആൾക്കാരാണ്, അന്നന്ന് പണിത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഓരോ രീതിയിൽ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അവനെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നാ പറയുന്നത് അന്നം ഉണ്ടാക്കുന്നു. അന്നു വേണ്ട വസ്ത്രത്തിനും അന്നു വേണ്ട അന്നത്തിന് വേണ്ടിയിട്ടും കഷ്ടപ്പെടുവാണ്. അന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനും എൻ്റെ ചേട്ടായി അങ്ങനെ തന്നെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടായി ആണെങ്കിലും ഈ പറഞ്ഞ കണക്ക് തന്നെയാണ്. ചേട്ടായി രാവിലെ 7 മണിയാകുമ്പോൾ എണീറ്റ് പണിക്ക് പോവും. പിന്നെ വരുന്നത് 8 മണി 8:15 7:30 ആ ടൈമിലൊക്കെ ചേട്ടായി വീട്ടിൽ വരുന്നു കുളിക്കുന്നു. ചേട്ടായിക്ക് എവിടെയെങ്കിലും ഒന്ന് കാണാൻ മതി. കാരണം ചേട്ടായിക്ക് ഓരോ ദിവസം നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ വയ്യാണ്ടായി വരുന്നത്. ആരോഗ്യപ്രദമായിട്ടല്ല വരുന്നത്. ഇന്നത്തെ ആഹാരമാണെങ്കിലും ഇന്നത്തെ പിന്നെ നമ്മുടെ ഓരോ ജീവിത സ്റ്റൈലാണെങ്കിലും നമ്മളെ അസുഖക്കാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പോരെങ്കിൽ ചേട്ടായി കുറേ കഷ്ടപ്പെട്ട് അതിന് വയ്യാത്ത ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ എന്നെ പൊന്നു ഉണക്ക് നോക്കുന്നുണ്ട്, എന്നെ സംരക്ഷിക്കുന്നുണ്ട്. ദൈവം എനിക്ക് തന്ന നിധിയാണ്, സ്വത്താണ്, എല്ലാം ശരിയാണ്. ഈ പണിയും കഴിഞ്ഞും അടുത്ത് വരുമ്പോഴത്തേനും മേളാങ്കിക്കാനൊന്നുമുള്ള ഒരു ഇതൊന്നും കാണിയില്ല. പക്ഷേ എങ്കിലും കുഞ്ഞു വന്നു കഴിയുമ്പോഴത്തേനും അതിനെ കൊഞ്ചിച്ച് പറക്കി മുറി പോയി കിടന്നുകൊണ്ട് പൊട്ടുകൊടിയിലും ഈ പ്രാവശ്യം വന്നപ്പോഴും അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് എനിക്കും ഞാനും അതങ്ങനെ അധികം വീഡിയോ എടുത്തില്ല, അവളും ഈ പറഞ്ഞ കണക്ക് വീഡിയോ എടുത്തില്ല. അവൾ ഒന്നെങ്കിൽ എന്നാലും ചിലപ്പം വിഷ്ണു വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഹെയർ ഓയിലിൽ വർക്ക് ചെയ്യുമായിരിക്കും. ഈ പ്രാവശ്യം അങ്ങനെ ഒരു ടൈമൊന്നും കിട്ടിയില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പം പിന്നെ അങ്ങനത്തെ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കേ പപ്പാടേയും എല്ലാവരും കൂടി ചേർന്നുള്ള വീഡിയോ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് കാണാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത്, എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇതിപ്പോൾ വരെ നിലവിൽ ഒരു കുഴപ്പമില്ല. ആരുമായിട്ടും ഒരു കുഴപ്പമില്ല. എൻ്റെ ഭഗവാനെ ഇപ്പം പോകുന്ന കണക്ക് എല്ലാവരുമായിട്ട് സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ സ്വസ്ഥവും സമാധാനത്തോടെയും ജീവിച്ചു പോകാൻ പറ്റണമെന്ന് മാത്രം ഒരു പ്രാർത്ഥനയുള്ളൂ. അസുഖങ്ങൾ വരുത്തരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ. അതുപോലെ തന്നെ ഞാനും തിരിച്ച് ഇപ്പം പ്രാർത്ഥിക്കുന്ന ദൈവമേ ആരോഗ്യം തരണേ. വേറെ ഒന്നും അല്ലെന്നേ, സ്വത്തും സമ്പത്തും ഒന്നും വേറെ ഒന്നുമല്ല. നമുക്ക് മനുഷ്യനായാൽ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത്. സത്യമാണ് ഞാൻ പറയുന്നത്. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പണി ചെയ്തും ജീവിക്കാം. ഇപ്പം ആരോഗ്യത്തിൻ്റെ ആ ഒരിത് ഞാൻ കയറി പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് വയ്യാതെ ശ്വാസം മുട്ടുമൊക്കെ ചെയ്യുമ്പോഴത്തേനും ദൈവമേ ഈ കണക്കിന് ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. സത്യം ഞാൻ പറയാം. പിന്നെ ഇത്രയും നേരം നടത്തിയ ദൈവം മുമ്പോട്ടേക്ക് നടത്തും എന്നങ്ങനെ വിശ്വസിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചങ്ങ് മുമ്പോട്ട് പോകും. ഇന്ന് കണ്ടില്ലേ സ്വന്തം അമ്മേനെ എന്നാ പറയുന്നത് എത്ര വാരിയല് ഒടിയുന്ന വേദനയോടെ ആയിരിക്കും അവളെ പ്രസവിച്ചതെന്ന് എല്ലാവർക്കും അറിയത്തില്ലേ. എന്ത് വേദനയോടെ ആ അമ്മ പ്രസവിച്ച് അവളെ വളർത്തി വലുതാക്കിയെന്ന് അവൾ അമ്മയുടെ വാരിയെല്ലാം ഒടിച്ചു. എന്നാ ഫേസ് ക്രീം അമ്മ മാറ്റി വെച്ചു എന്ന്. കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അമ്മയെന്നോ അപ്പനോ അങ്ങനെ ഒന്നും ഒരു പരിഗണനയും സ്നേഹമോ ഒക്കെ ഇല്ലാത്ത ഒരു ഇതിലൂടെ പോകുന്നത്. പക്ഷെ നേരെ മറിച്ച് എനിക്ക് അങ്ങനത്തെ ഉള്ള ഒരു ദുഃഖമോ ദുരിതങ്ങളോ ഒന്നും വരുന്നില്ല. ഒരു ദൈവം സഹായിച്ച് ഇപ്പം വരെ ഒരു കുഴപ്പവും ഇല്ലാണ്ടാണ് ഞങ്ങൾ മുമ്പോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ 2026 വന്നതിന് ശേഷം ഞങ്ങൾ ഒരു രീതിയിലുള്ള ഇനി സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും വരരുതെന്ന് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത്. അപ്പം വേറെ ഒന്നും വിഷമിക്കേണ്ട. കമൻ്റ് ഇട്ട വ്യക്തിക്ക് വിഷമമാകാനായിട്ടും അല്ല ഞാൻ പറഞ്ഞത്. ആ ആൾക്ക് ഞാൻ ഹാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായി. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശമാരിയുള്ള വീഡിയോസൊക്കെ വരാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം സന്തോഷത്തോടെയുള്ള വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടാനിട്ടായിരിക്കും. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സുഖമില്ലായിരുന്നു, ചേട്ടായിക്കും സുഖമില്ലായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അമ്മു വന്നിട്ട് അമ്മൂനാണ് ഹെയർ ഓയിലിൻ്റെ നല്ല തിരക്കും കാര്യങ്ങളും. അമ്മ ഓട്ടോ വിളിച്ചു കൊണ്ട് കൊടുക്കുമോ, സുധാമ ഓട്ടോ വിളിച്ചു കൊണ്ട് കൊടുക്കുമോ, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പം അവൾക്ക് ഒരു പരിധി വരെ പേരൻസിനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇഷ്ടമുള്ള കാര്യമല്ല, സത്യമായിട്ടുള്ള കാര്യമല്ല. ഒത്തിരി അവരമ്മ എത്രയും കഷ്ടപ്പെട്ടവരല്ലേ, അവരെ ഇനി ഇട്ട് കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ ഇന്ന് പറയാറുണ്ട്. അത് തന്നെയല്ല എന്തൊക്കെയോ പിന്നെ ഹെയർ ഓയിലിൻ്റെ തന്നെ ഇത് ബോട്ടിൽ ലീക്കായി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചു. പിന്നെ അത്യാവശ്യം പുറത്ത് പോകേണ്ട ആരാണ്ടർക്ക് ബോട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റാണ്ട് വന്നു. അത് അവളുടെ ബിസിനസ്സിനെ ബാധിക്കുന്നതാണ്. കാരണം അവൾക്ക് അതിൻ്റേതായ കാര്യങ്ങളും കടങ്ങളും ഒക്കെ ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവും. കാരണം വണ്ടിയുടെ CC അടയ്ക്കണം, പിന്നെ അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ മാസത്തിൽ പിന്നെ പെൻഡിങ് വരുത്താൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇപ്പോൾ അവനങ്ങ് പോയി ഒന്ന് ഇതായി വരുന്നതേ ഉള്ളൂ.
അതുകൊണ്ടൊക്കെയാണ്. അവനുണ്ടെങ്കിൽ പിന്നെ അവനോട് പറയാം അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ അവൻ ഇവിടെ ഉണ്ടെങ്കിലും അവൻ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് സെറ്റാക്കും, റെഡിയാക്കും. 10-15 ദിവസം വന്ന് നിൽക്കുമ്പോൾ ഇവർ നേരത്തെ തന്നെ ഹെയർ ഓയിലൊക്കെ കൊണ്ടുപോയി DTDC വെക്കും. എന്നിട്ട് അവിടുത്തെ പുള്ളിക്കാരിയായിട്ട് ഭയങ്കര കോണ്ടാക്റ്റും കൂട്ടും ഒക്കെയാണ്. പിന്നെ അഥവാ അങ്ങനെ എന്തെങ്കിലും പറ്റായി ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ്, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെയൊക്കെ വിളിച്ച് ഇവൻ സെറ്റാക്കും. പക്ഷെ അമ്മൂന് അത്രയ്ക്ക് അങ്ങ് പറ്റത്തില്ലല്ലോ. വിഷ്ണുവിൻ്റെ എല്ലാ കൂട്ടുകാരന്മാരോടും വിളിച്ചിട്ട് ഇടം കൊണ്ട് കൊടുക്കാവോ അങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ലോ. അതുകൊണ്ടൊക്കെയാണ് അവള് പോയത്. പിന്നെ ബസ് കടന്നുപോയി. അന്ന് കുട്ടായി വന്നിട്ടുണ്ടായിരുന്നു, കുട്ടായിനെ കണ്ടായിരുന്നു. പിന്നെ സന്തോഷിനെ വിളിച്ച് സന്തോഷിൻ്റെ ഓട്ടോയ്ക്കാൻ പോയത്. ദൈവസാക്ഷിയായിട്ടും അതിൻ്റെ തലേദിവസം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. പീരീഡ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, ഞാൻ തുറന്നുള്ള കാര്യം പറയാണ്. അപ്പം എനിക്ക് അയൻ്റെ പിറ്റേ ദിവസമാണ് അമ്മുവൊക്കെ പോകുന്നത്. എനിക്ക് ഇവരുടെ കൂടെ പോകണം എന്ന് എൻ്റെ മനസ്സിലുണ്ട് ഉള്ളിൽ. എന്നാൽ ഞാനിവിടെ പോകാം, ഇവരുടെ കൂടെ ഓട്ടോയ്ക്ക് പോകുന്നിടം പറയുന്നത്. പക്ഷേ എനിക്ക് യാത്ര വലിയ ബുദ്ധിമുട്ടുള്ള ടൈമാണ്, അതുകൊണ്ടാണ് ഞാൻ പോകാണ്ടിരുന്നത്. അല്ല ഞാൻ അന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ പോയേനെ. എന്നാലെങ്കിലും ചിലപ്പോൾ മനുഷ്യർക്ക് തോന്നിനെ. പക്ഷെ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഡൗട്ട് അടിച്ചത് കേട്ടോ. പക്ഷേ ദൈവം സഹായിച്ച് ഇപ്പം വരെ ഒരു കുഴപ്പമില്ല. ദൈവം ഒരു കുഴപ്പവും വരരുതേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇന്നത്തെ കാലമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. ഇപ്പം ഈ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ് പേടിയാകുന്നത്. സ്വന്തം അമ്മേനെ വാരിയെല്ലാം അടിച്ചോടിക്കുന്നു. ഈയൊരു ഞാൻ കണ്ടു, ഒരു മരുമോനാണോ മരുമോളാണോ മകനാണോ എന്നൊന്നും അറിയത്തില്ല, ഒരു മനുഷ്യനും പെണ്ണുമ്പിള്ളം കൂടെ ഒരു അമ്മേനെ എടുത്തിട്ട് കാണിക്കുന്ന ദ്രോഹം. പിന്നെ കഴിഞ്ഞ ദിവസം കണ്ടു കടലിൽ എറിഞ്ഞു പോകുന്ന കുഞ്ഞിൻ്റെ. ഇതൊക്കെ ഈ ന്യൂസ് വായിച്ചിട്ടേ ഓരോരുത്തരും പറയുന്നത് കേൾക്കുന്ന തൊഴിലുറപ്പിലൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും. അപ്പം ഞങ്ങൾ ഇവിടെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ പിള്ളേർ കുറേ ദിവസം കഴിയുമ്പോൾ വരും, അപ്പം നമുക്ക് അടിച്ചു പൊളിക്കാം. അല്ലാതെ എന്നാ പറയുന്നത്. അന്നേരം നമ്മുടെ ആരോഗ്യസ്ഥിതിയും ഒക്കെ ഇതാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാ പറയുന്നത്, അന്നേരം നമുക്ക് പൊളിച്ചെടുക്കാം. തകൃതിയായിട്ട് എവിടെയെങ്കിലും പോവുമോ, പിന്നെ പപ്പായെ ലീവ് എടുപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. പപ്പ വീട്ടിൽ ഇരുന്നാലേ തകൃതിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ സന്തോഷകരമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടിയിട്ട് പറഞ്ഞല്ല. ഇനിയുള്ള സമയം നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ശകല സമയമുള്ളൂ. കണ്ണടച്ച് തുറക്കുന്ന സമയം പോലും നമുക്കുണ്ടോന്ന് ഭൂമിയിലുണ്ടോയെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഉള്ള സമയത്ത് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുമ്പോട്ട് പോകാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കളിയാക്കിയിട്ട് പറഞ്ഞതാ. പിന്നെ ബെല്ലൈക്കൻ ഇടിച്ചു പൊട്ടിക്കുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഇനി ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പോർക്ക് തോന്നിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാനൊന്നും ഇരിക്കണ്ട, വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് പറഞ്ഞുകൊണ്ട് വരും. അതെനിക്കൊരു കണ്ടൻ്റ് ആകുകയും ചെയ്യും. അപ്പം എന്നാൽ നാളെ ഒരു പുതിയ വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.